സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് മുഖേന വിൽക്കാനാകുന്ന വനഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി ഗവർണർ. വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു. മലയോര മേഖലയിലെ കർഷകർക്ക് ആശ്വാസമേകുന്ന നടപടിയാണെന്നും രാഷ്ട്രപതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്നും അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നതായും വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു. വന ഭേദഗതി ബില്ലിന് ബഹുമാനപ്പെട്ട ഗവർണർ ഇന്ന് അംഗീകാരം നൽകിയതായി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഭൂവുടമകൾക്ക് അവരുടെ ഭൂമിയിൽ മേലുള്ള ചന്ദനമരം മുറിച്ചു വിൽക്കാൻ നിലവിൽ അധികാരമില്ല. ഈ ദുസ്ഥിതിയിൽ നിന്നും കർഷകരെ രക്ഷിക്കാനാണ് ഈ നിയമം ഞങ്ങൾ ഉണ്ടാക്കിയത്. സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾ പരിഗണിച്ച് അതാത് സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് അത്യാവശ്യം മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അനുവാദം നൽകണമെന്നാണ് ആ ബില്ലിൻ്റെ അന്തസത്ത. അതിനനുസരിച്ച് ബില്ലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിൻ്റെ ശുപാർശയോടുകൂടി ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചിരിക്കുന്നത്. ദേവനുണ്ട് വിശദാംശങ്ങളുമായി. ദേവൻ, ഈ ചന്ദനമരം വളർത്തുന്നതും മുറിക്കുന്നതുമൊക്കെ സങ്കീർണമായ നിയമപ്രശ്നമാണ്. ഇതിൽ എന്തൊക്കെ വ്യക്തത വരും ഈ നിയമം പാസ്സാകുന്നതോടുകൂടി? എന്തൊക്കെ വിശദാംശങ്ങൾ? ആനന്ദ്, പ്രത്യേകിച്ചും മലയോര മേഖലയിലെ കർഷകർക്ക് ഏറെ ആശ്വാസകരമേകുന്ന തീരുമാനമാണ് ഇപ്പോൾ ഈ ബില്ല് പാസ്സായി, അല്ലെങ്കിൽ ബില്ല് അംഗീകരിച്ചതിലൂടെ, ഗവൺമെന്റ് അംഗീകരിച്ചതിലൂടെ ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ ചന്ദനമരം, സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന ചന്ദനമരം ഇതിനു മുൻപ് വെട്ടി വിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വിൽപ്പന നടത്തുന്നതിലോ തന്നെ വലിയ നിയമ നടപടികൾ നേരിട്ടിരുന്നു. പ്രത്യേകിച്ചും ആ ചന്ദനമരങ്ങൾ മോഷണം പോയാൽ പോലും അത് നിൽക്കുന്ന ഭൂവുടമയുടെ കേസിലായിരുന്നു മുൻപ് കേസുകൾ വന്നിരുന്നത്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ ഭേദഗതിക്ക് ഗവർണറുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇതിനനുസരിച്ച് സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം ഇനി മുതൽ വനംവകുപ്പിന്റെ അനുമതിയോടുകൂടി തന്നെ മുറിച്ച് വിൽക്കാം. അതിന്റെ പണം ഭൂവുടമയ്ക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന മറ്റ് കേസുകളെല്ലാം തന്നെ കോടതിയിൽ നിലവിലുള്ള ഇപ്പോഴുള്ള കേസുകളെല്ലാം തന്നെ അത് പിൻവലിക്കപ്പെടുകയും എന്നുള്ളത് കൂടി ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, വന്യജീവി സംരക്ഷണ ബില്ലിലും ഗവർണറുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. അത് ആ ബില്ല് രാഷ്ട്രപതിക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. പ്രത്യേകിച്ചും കേരളത്തിന്റെ ആവശ്യവും അത് തന്നെയായിരുന്നു. ഇത്തരത്തിൽ ഈ വന്യജീവി ആക്രമണം നേരിടുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ കാട്ടുപന്നി അടക്കമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നേരിടുമ്പോൾ തന്നെ അത് മൃഗങ്ങളെ കൊല്ലുന്നതിനടക്കമുള്ള നിയമ നടപടികളെല്ലാം തന്നെ ഇപ്പോൾ നിലവിലുള്ള നിയമത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കർഷകരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലായിരുന്നു കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗവർണറുടെ അനുമതിക്കായി വിട്ടു നൽകുകയുമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വനമന്ത്രിയും ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ഗവർണറെ നേരിൽ കണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. പ്രത്യേകിച്ചും കർഷകരുടെ ആശങ്കകളും ഒപ്പം തന്നെ 1972 കേന്ദ്ര വന നിയമത്തിലെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതിലെ നിയമ തടസ്സങ്ങളെല്ലാം തന്നെ ഗവർണറെ നേരിൽ കണ്ട് വിശദീകരിച്ചു. അങ്ങനെയാണ് ഗവർണർ ഈ ബില്ല് ഇപ്പോൾ രാഷ്ട്രപതിക്ക് കൈമാറിയിരിക്കുന്നത്. ശരി ദേവൻ, വ്യക്തമാണ്. ഏതായാലും ദേവൻ പറഞ്ഞത് ഏറ്റവും പ്രസക്തമായ കാര്യം, ഈ കർഷകരെ സംബന്ധിച്ചും പ്രത്യേകിച്ച് മലയോര കർഷകരെ സംബന്ധിച്ചും ഈ സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിച്ചു വിൽക്കാൻ വനംവകുപ്പിന്റെ അനുവാദത്തോടുകൂടി കഴിയുമെന്ന വന ഭേദഗതി നിയമത്തിന് ഗവർണർ കൂടി അംഗീകാരം നൽകിയിരിക്കുന്നു.